എല്ലാവർക്കും നമസ്കാരം. ഹൃദയ നിർഭരം ധ്യാനത്തിന്റെ 40ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേരളത്തിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. വെൽക്കം. നമസ്തേ ഡോക്ടർ അജയ. നമസ്കാരം. ഇന്നത്തെ 40th എപ്പിസോഡ് സ്പെഷ്യൽ ആണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് സെന്ററിംഗിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി നമുക്ക് സ്നേഹപൂർവം കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയംഗമമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ സെക്കൻഡ് പാർട്ട്, ഭാഗം 2ലേക്കാണ്. അതിൽ 2ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ വ്യൂവേഴ്സ് ആരൊക്കെയാണോ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തത്, എല്ലാവരും എല്ലാവരും ഒന്നും കൂടെ ആ എപ്പിസോഡ് കാണാം. എന്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിനെ കുറിച്ച്. ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ തുടർച്ചയായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനൊരു ഇൻട്രഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ ഒറിജിൻ മാർഷൽ റോസൻബർഗിനെ കുറിച്ചും നമ്മുടെ ആദ്യ ഗുരുവായ ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്കഷൻ ഉണ്ടായത്. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗുരുപരമ്പരകൾ ചാരുജി മഹാരാജ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഗ്ലോബൽ ഗൈഡായ റിവേർഡ് ദാജി എന്താണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അതിന് മുമ്പ് അത് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് മാർഷൽ റോസൻബർഗ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസ്താവന, അതായത് അനുകമ്പ, ദയ, കരുണ എന്നീ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു താളലയം, അതാണ് ആശയവിനിമയം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോ കരുണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു
ധർമ്മത്തിന്റെ ഉദാത്തമായ ഭാവമാണ് കരുണ എന്ന് മഹാഭാരതം ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ നമുക്കൊരു സാഹചര്യം വരികയാണ്, നമുക്കൊരു തീരുമാനം എടുക്കണം. അതായത് ശരിയായ തീരുമാനം, അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് ദയാപൂർവമായിട്ടുള്ള തീരുമാനം, കരുണാപൂർവമായിട്ടുള്ള തീരുമാനം. ഇങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് കരുണാപൂർവമായിട്ടുള്ള തീരുമാനമാണ്, ശരിയായ തീരുമാനം അല്ല എന്നാണ് മാർഷൽ റോസൻബർഗിന്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് റൈറ്റ്, ബീയിങ് കൈൻഡ്, അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. സോ ബീയിങ് കൈൻഡ്, ബീയിങ് റൈറ്റ്, അതിൽ ബീയിങ് കൈൻഡ് ആണ് നമ്മുടെ ഓപ്ഷൻ എന്നാണ് ഈ ആശയവിനിമയത്തിന്റെ ആകത്തുക. ഇനി നമ്മൾ ലാലാജി മഹാരാജിലേക്ക് വന്നു. അദ്ദേഹം പറയും, ഹൃദയംഗമമായ ആശയവിനിമയം എന്നത് ജീവിത ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടെ ഉള്ള ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം, അതായത് മനുഷ്യന്റെ പരിപൂർണത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വേണ്ട ഒരു ഗുണവിശേഷം ഹൃദയംഗമമായ ആശയവിനിമയം എന്നാണ് ലാലാജി മഹാരാജ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോയി. ഇനി ബാബുജി മഹാരാജിലേക്ക് വന്നാൽ അദ്ദേഹം അത് മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അതായത് ആത്മീയ തലത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന വസ്തുത പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ്. എന്നാൽ മാനസികമായ തലത്തിലും ബുദ്ധിപരമായ തലത്തിലും ധാർമ്മികമായ തലത്തിലും നമ്മൾ ഒന്നാണ് എന്നതാണ് വസ്തുത. നമ്മൾ ആത്മീയ സാധനയിലൂടെ ഇത് പ്രാവർത്തികമാക്കേണ്ടിയിരിക്കും. അപ്പൊ ഇത് സ്വഭാവത്തിന്റെ ഭാഗമാണ്. അപ്പൊ സ്വഭാവത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ആശയവിനിമയം. ഇതാണ് ബാബുജി മഹാരാജിന് ഇതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം. ഇനി നമുക്കറിയാം, ബാബുജി മഹാരാജ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രകാശിത ലോകത്തിലുള്ള പല ആത്മാക്കളുമായും ആശയവിനിമയം നടത്തുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിലുണ്ട്. അപ്പൊ ഒരു സന്ദർഭത്തില് അദ്ദേഹം പതഞ്ജലി മഹർഷിയുമായിട്ട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ പതഞ്ജലി നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസിന്റെ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളാണ്, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ. അതിന്റെ വിശദീകരണം നമുക്കറിയാം, നമ്മുടെ മിഷനിൽ ഒഥന്റിക് യോഗ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോ അഷ്ടാംഗ യോഗയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം അറിയാൻ വേണ്ടി ബാബുജി മഹാരാജ് പതഞ്ജലി മഹർഷിയുമായിട്ട് ആശയവിനിമയം കമ്മ്യൂൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രകാശിത ലോകത്തില് അപ്പോ പതഞ്ജലി മഹർഷി അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ലാലാജിയെ സമീപിക്കുന്നു. അപ്പൊ ലാലാജി മഹാരാജ് പറയും, പതഞ്ജലി മഹർഷി ഈ ജന്മത്തിലെ അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയുള്ളൂ, നീ നിന്റെ ഉള്ളിലേക്ക് തിരിയുന്നു. അപ്പൊ ബാബുജി മഹാരാജ് ധ്യാനത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യാവുക, അപ്പൊ അദ്ദേഹം തന്നെയാണ് പതഞ്ജലി മഹർഷി. അപ്പൊ പതഞ്ജലി മഹർഷിയുടെ പുനർജന്മമാണ് ബാബുജി മഹാരാജ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവും. അപ്പൊ ഈ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള സമാധി അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സമാധി അവസ്ഥകളെ 8 രീതിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആദ്യമായിട്ട് സമാധി 2 രീതിയിൽ രണ്ടായി തരംതിരിക്കും. അതായത് സബീജ സമാധി, നിർബീജ സമാധി എന്ന് പറയും. അതിൽ സബീജ സമാധി തന്നെ 6 വിധമാണ്. സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം, സവികൽപ്പം, നിർവികൽപ്പം. അതാണ് 6 നമ്മളതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാരണം അതിന് ഇവിടെ പ്രസക്തി ഇല്ലാത്തത്. അതിലെ നിർവിചാര സമാധി എന്ന് പറയുന്ന
ഒരു സമാധി അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, നിർവിചാരം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വിചാരങ്ങളില്ല, ചിന്തകളില്ല, സുഷുപ്തിയിലല്ല, ഉറക്കല്ല, ഉണർന്നിരിക്കും. അപ്പൊ ആന്തരികമായി ഉറങ്ങുന്ന പോലെ വിചാരങ്ങളില്ല, പക്ഷെ ബോധം ഉണർന്നിരിക്കുന്ന അവസ്ഥ. അതിനെയാണ് അദ്ദേഹം സവിചാര സമാധി എന്ന് പറയുന്നത്. ഈ സവിചാര സമാധിയില് വിശാരദനാവുന്ന ഒരാൾക്ക് അധ്യാത്മപ്രസാദം എന്ന് പറയുന്ന ഒരു സിദ്ധി ലഭിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അധ്യാത്മപ്രസാദത്തിന്റെ ലക്ഷണങ്ങളും പതഞ്ജലി മഹർഷി പറയുന്നു. ആനന്ദം, ജ്ഞാനം, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്നേഹം. ഇതാണ് ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് നിർവിചാര സമാധിയിൽ ഉള്ള ഒരാൾക്ക് ആനന്ദം ഇങ്ങനെ ഉള്ളുന്ന് കാരണമില്ലാതെ ആനന്ദം ഇങ്ങനെ കിനിഞ്ഞു വരും. പിന്നെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സതിലേക്ക് കൊണ്ടുപോയാൽ അതിൻ്റെ ഉള്ളുകളിൽ പരിപൂർണമായിട്ട് വ്യക്തമാവും ജ്ഞാനം. പിന്നെ ആത്മാവിൻ്റെ എന്താ പറയാ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ആത്മാവ് എന്നുള്ള വസ്തുത ബോധ്യമാകുമ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊന്നുമില്ല എന്ന് അറിയുമ്പോൾ നമുക്ക് നിർഭയത്വം, നമ്മളിൽ നിന്ന് മാറി മറ്റൊന്നുണ്ട് എന്നുള്ളപ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്. നിർഭയത്വം നമുക്ക് അനുഭവിക്കും, ഭയമില്ലാത്ത അവസ്ഥ. അത് രാമായണത്തിലൊക്കെ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം എന്ന് പറയുന്നത്, ശ്രീരാമൻ ഒരു കടത്തുകാരനെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന, ഞാൻ നിനക്ക് അഭയം തരാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഭയമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുപോകും. ഉന്നതമായിട്ടുള്ള അനുഗ്രഹമാണ് ആ ഭയം അല്ലെങ്കിൽ ഭയമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ നിർഭയത്വം ഈ നിർവിചാര സമാധിയിൽ അനുഭവപ്പെടും. പിന്നെ ഈ നിർഭയത്വം കൊണ്ട് തന്നെ പരിപൂർണ സ്വാതന്ത്ര്യം. നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണെന്ന് ബോധ്യമാവുമ്പോൾ സ്നേഹം. ഇതൊക്കെയാണ് നിർവിചാര സമാധിയുടെ സിദ്ധി. അത് ഈ വ്യക്തിക്ക് ലഭിക്കും. അപ്പൊ അദ്ദേഹം പറയണ ഒരു നിർവിചാര സമാധിയിൽ വിശാരദനായിട്ടുള്ള ആൾക്ക് മാത്രമേ പ്രഭാഷണം ചെയ്യാനും പുസ്തകങ്ങൾ എഴുതാനും ശ്രോതാവാനും യോഗ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാത്ത ആളുകള് പുസ്തകങ്ങൾ എഴുതുക, പ്രഭാഷണം ചെയ്യുക ചെയ്താൽ കേൾക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പരസ്പരം സ്പർദ്ധ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അത് യോഗ്യനായിട്ടുള്ള മറ്റൊരാള് ഈ പുസ്തകത്തിന് ഒരു ഫോർവേഡ് നോട്ട് എഴുതണം, അവതാരിക അല്ലെങ്കിൽ മുഖവര എഴുതണം, ഇത് വായിക്കാം കൊള്ളാവുന്നതാണ് എന്നുള്ള ഒരു മുഖവര വേണം എന്നാണ്. അല്ലെങ്കിൽ ഇത് ആശയക്കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഈ നിർവിചാര സമാധി എന്നുള്ള ധ്യാനാവസ്ഥയാണ് ഹൃദയംഗമമായ ആശയവിനിമയത്തിന് അടിസ്ഥാന യോഗ്യത എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നു. അപ്പോ ഇനി നമുക്ക് ചാർജി മഹാരാജിലേക്ക് വരാം. അതല്ലേ ചോദിച്ചത്. ചാർജി മഹാരാജിലേക്ക് വന്നാൽ അദ്ദേഹം സ്വഭാവത്തിനെ നിർവചിക്കുന്നുണ്ട്. സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് കോൺസ്റ്റന്റ് കോൺഷ്യസ്നെസ് ഓഫ് ദ ഗോൾ. സ്വഭാവം എന്ന് പറഞ്ഞാൽ മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം, ഇതിൻ്റെ ഒരു സംഗ്രഹമാണ്. അപ്പൊ ഈ 3 ഘടകങ്ങളിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്കറിയാം പോസിറ്റീവ് മനോഭാവം, നെഗറ്റീവ് മനോഭാവം. പോസിറ്റീവായിട്ട് സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ട് പെരുമാറാം, ദേഷ്യത്തോടെ കഠിനമായിട്ട് പെരുമാറാം. പോസിറ്റീവായിട്ടുള്ള ജീവിത ലക്ഷ്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ജീവിത ലക്ഷ്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഈ 3 ഘടകങ്ങളിൽ, അതായത് മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം എന്ന ഈ 3 ഘടകങ്ങളിൽ എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള സംഗതി നമ്മൾ സ്വാംശീകരിക്കുകയും നെഗറ്റീവായിട്ടുള്ള ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വഭാവ രൂപീകരണം നടക്കുന്നത്.
ഉദാഹരണത്തിന് നമുക്കറിയാം മനോഭാവം, പോസിറ്റീവ് മനോഭാവം, നെഗറ്റീവ് മനോഭാവം. എല്ലാ സാഹചര്യത്തിലും നമ്മൾ പോസിറ്റീവ് മനോഭാവം വെച്ച് പുലർത്തുന്നത് ഉന്നതമായ സ്വഭാവത്തിന്റെ മഹിമയാണ്. മരണത്തിൽ പോലും മരണം മുന്നിൽ കാണുമ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. എന്നിട്ട് കാളിദാസന്റെ ചില നാടകങ്ങളിൽ ഒരു കാമുകനെ കാത്തിരിക്കുക. അപ്പൊ ഒരു പാമ്പ് വന്ന് കടിച്ചു, മരിക്കാൻ പോവാണ്. അപ്പൊ മരിക്കാൻ പോവാന്ന് ഉറപ്പായപ്പോ അവർ പറയണത് പാമ്പ് കടിച്ചതല്ല, അത് കാമുകന്റെ ദൂതൻ വന്നതെന്ന്. അപ്പൊ ജീവാത്മാവിന്റെ കാമുകനാണ് പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ മുഖാമുഖം കാണുന്ന അല്ലെങ്കിൽ കാമുകനെ മുഖാമുഖം ദർശിക്കുന്ന അവസരമാണ് മരണം. അപ്പൊ അത് വളരെ പോസിറ്റീവാണെന്ന്. നമുക്കറിയാം മരണഭയമാണ് എല്ലാ ഭയത്തിന്റെയും മുത്തശ്ശൻ. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് ജീവിതത്തിന്റെ ശരിക്കുള്ള സൗരഭ്യം നമ്മൾ അറിയുക. അപ്പൊ എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത് സ്വഭാവ മഹിമയുടെ പ്രത്യേകതയാണ്. ബോധപൂർവം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി പെരുമാറ്റ രീതിയിലേക്ക് വന്നാൽ സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെരുമാറാം. നമ്മൾ പറഞ്ഞു ദേഷ്യത്തോടെ നമുക്ക് കഠിനമായ രീതിയിലും പെരുമാറാം. എന്തിനാണ് നമ്മൾ സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ട് പെരുമാറേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിക്കാലോ. അതായത് ഈ പ്രപഞ്ചത്തിനെ കണക്ട് ചെയ്യുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്നേഹം. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തണം പോലെയാണ്. അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒഴുക്കിന് എതിരെ നീന്തുമ്പോൾ എന്താണ്ടാവുക, നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ ഹിതകരമായ പെരുമാറ്റ രീതിയാണ് സ്നേഹത്തോടെ സോഫ്റ്റ് ആയിട്ടുള്ള പെരുമാറ്റം. അത് സ്വഭാവത്തിന്റെ ഉന്നതമായ മഹിമയെ കാണിക്കുന്നു. ഇതും ബോധപൂർവം നമുക്ക് ചെയ്യേണ്ടതാണ്. കാരണം അവിടെ ചോയ്സ് ഉണ്ട്, കോൺഷ്യസ് പ്രോസസ് ആണ്. ഇനി ലക്ഷ്യബോധത്തിലേക്ക് വന്നാൽ അവിടെയും പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ജീവാത്മാവിന്റെ ലക്ഷ്യം എന്താണ്? പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പൊ എന്തായിരിക്കും നെഗറ്റീവായിട്ടുള്ള ലക്ഷ്യം? ഭൗതിക സാക്ഷാത്കാരം, ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കുക എന്നുള്ളത്. അത് നെഗറ്റീവായിട്ടുള്ള ലക്ഷ്യമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാ? കാരണം ഇപ്പൊ ഹാർട്ട്ഫുൾനെസ്സിലാണെങ്കിൽ നമ്മൾ പറയാം രണ്ടും പരസ്പരം ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? നമ്മള് ഈശ്വരനും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള ഒരു വിവേചനം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലാകെ എന്താ ഉള്ളത്? ഈശ്വരനുണ്ട്, ഈശ്വര സൃഷ്ടിയുണ്ട്, അല്ലെ? ഈശ്വര സൃഷ്ടിയിലാണ് നമ്മൾ മനസ്സ് വയ്ക്കണമെന്ന് വിചാരിക്കുക, ലക്ഷ്യമാക്കണമെന്ന്. അത് നെഗറ്റീവ് ഗോളാന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. കുറച്ചുനാൾ നിലനിൽക്കും, അത് കഴിഞ്ഞ് നശിച്ചു പോകും. സൃഷ്ടികർത്താവോ എന്നെന്നും നിലനിൽക്കും. അപ്പോ സ്ഥായിയായിട്ട് നിൽക്കാത്ത, ഇന്നുണ്ടായി നാളെ നശിക്കുന്ന കാര്യത്തിൽ നമ്മൾ ലക്ഷ്യമാക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് ഗോൾ എന്നാണ്. നേരെ മറിച്ച് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ഗോള് നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഗോൾ അതാക്കി വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഈശ്വരൻ എവിടെയുണ്ടോ അതിൻ്റെ കൂടെ സൃഷ്ടി ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കി പോകുന്ന ഒരാൾക്ക് എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ വേണോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈശ്വര സാക്ഷാത്കാരമാണ് പോസിറ്റീവ് ഗോൾ എന്ന് പറയുന്നത്. ഇപ്പൊ മഹാഭാരതം അതിന് പ്രകടമായിട്ടുള്ള ഉദാഹരണം. പാണ്ഡവന്മാരുടെ കൂടെ നിരായുധനായിട്ടുള്ള ഭഗവാൻ സാരഥിയായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ നാരായണീ സേന അപ്പുറത്ത് കൗരവന്മാരുടെ കൂടെ നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഈ നിരായുധനായിട്ടുള്ള ഭഗവാനാണ് ഈ യുദ്ധം മുഴുവൻ ജയിക്കുന്നത്. ഇതാണ് ഈശ്വരനും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം, ഈ 3 ഘടകങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള സൈഡ് ബോധപൂർവം നമ്മൾ സ്വാംശീകരിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിന് മഹിമ ഉണ്ടാവുന്നത്. അപ്പൊ സ്വഭാവ രൂപീകരണത്തിന്റെ അഭാവത്തിൽ നമുക്ക് ഭൗതിക സമ്പത്തും നഷ്ടപ്പെടും, ആത്മീയ സമ്പത്തും നഷ്ടപ്പെടും. ആത്മീയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മീയ നില, സ്പിരിച്വൽ കണ്ടീഷൻ. അതായത് ആത്മീയ നില അല്ലെങ്കിൽ സ്പിരിച്വൽ കണ്ടീഷനാണ്
ഹൃദയംഗമമായ ആശയവിനിമയത്തിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് തന്നെയാണ് ചാർജി മഹാരാജും പറയുന്നത്. അദ്ദേഹം മറ്റൊരു രീതിയിൽ പറയണമെന്ന്. ഇനി നമ്മുടെ ഹാർട്ട്ഫുൾനെസിന്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജിലേക്ക് വന്നു. അദ്ദേഹം 2015 ശേഷമാണ് ഈ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇത്ര കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. 2015 മാർഷൽ റോസൻബർഗ് സമാധിയാവുന്നത്. അപ്പോ ഈ ദാജി എന്താ പറയണേ? അദ്ദേഹം പറയും നമുക്ക് ഒരു മനുഷ്യന് 3 അവസ്ഥയുണ്ട്. ഇതൊക്കെയാ: ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥ; സ്വപ്നം; സുഷുപ്തി അല്ലെങ്കിൽ ഡീപ് സ്ലീപ്പ് സ്റ്റേജ്. 3 സ്റ്റേജ് നമുക്ക് സാധാരണ അറിയണം. അതിലേറ്റവും സുഖമായിട്ടുള്ളത് സുഷുപ്തിയാണ് നമുക്കറിയാം. 4ാമത്തെ അവസ്ഥ എന്താണ്? തുരീയം. തുരീയം എന്ന് പറഞ്ഞാൽ 4ാമത്തെ അവസ്ഥ എന്നുള്ള അർത്ഥം. അതായത് ആന്തരികമായിട്ട് നമ്മൾ ഉറങ്ങുന്ന പോലെയുള്ള സുഷുപ്തിയിലുള്ള പോലെ സുഖം, ബാഹ്യമായിട്ട് നമ്മൾ ഉണർന്നിരിക്കുന്നു. നേരത്തെ നിർവിചാര സമാധിയിൽ പറഞ്ഞ പോലെ വിചാരങ്ങളില്ല, എന്നാൽ ബോധം ഉണർന്നിരിക്കുന്നു. ഇതിനാണ് തുരീയം എന്ന് പറയുന്നത് രാജി. അതായത് ധ്യാനാവസ്ഥ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്, 4ാമത്തെ സ്റ്റേജ്. അദ്ദേഹം പറയണത് ഈ ധ്യാനാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. ഈ 2 ചോയ്സ് അല്ലേ ഉള്ളൂ. അപ്പോ ഈ ധ്യാനാവസ്ഥ അല്ലെങ്കിൽ തുരീയം എന്നുള്ള അവസ്ഥ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാനും ഹൃദയംഗമമായിട്ട് ആശയവിനിമയത്തിനും, അത് ഉത്തരവാദിത്തങ്ങളും കടമകളുടെ ഭാഗമല്ലേ, നമുക്ക് ആളുകളായിട്ടുള്ള വ്യവഹാരം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ആവശ്യമില്ലേ? അങ്ങനെ തുരീയാവസ്ഥ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തുരീയാവസ്ഥ എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. അതിനെയാണ് തുരീയാതീതം എന്നുള്ള അവസ്ഥ. അപ്പൊ ഉപയോഗിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവും. അപ്പൊ ആ അവസ്ഥയിൽ നമ്മൾ സംസാരിക്കാനും ശ്രോതാവാനും അർഹത നേടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ബോധപൂർവമായിട്ടുള്ള പ്രവൃത്തിയാണ്, ഓട്ടോമാറ്റിക് അല്ല. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം പറയാ, യു കനോട്ട് ചേഞ്ച് എനിത്തിങ് വിത്തൗട്ട് ബീങ് അവെയർ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ടു ചേഞ്ച്. നമ്മൾ എന്തെങ്കിലും പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താണ് ആ പരിവർത്തനം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ബോധവാനാണെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റൂ. അതായത് ഹൃദയംഗമമായ ആശയവിനിമയം എന്നത് ബോധപൂർവമായ പ്രവൃത്തിയാണ്, ഓട്ടോമാറ്റിക്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, തുരീയം എന്നുള്ളത് ഉപയോഗിച്ച് തുരീയാതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകലാണ്. അപ്പോ തുരീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനാവസ്ഥ. ആ ധ്യാനാവസ്ഥ നമ്മൾ നിലനിർത്തേണ്ടത് എങ്ങനെ നിലനിർത്തും? അതിന് ദാജി AEIOU എന്നുള്ള മനോഹരമായ സ്റ്റെപ്പുകൾ കൊണ്ടുവന്നു. ഇതുവരെയുള്ള മാസ്റ്റേഴ്സ് ഇത്ര വിശദമായി കൊണ്ടുവരാത്ത ഒരു സ്റ്റെപ്പായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്, അല്ലെ? ധ്യാനാവസ്ഥ, തുരീയ സ്റ്റേറ്റ്. ആ ധ്യാനാവസ്ഥ നിലനിർത്തുക, അതിന് AEIOU. എന്താണ് സ്റ്റെപ്പുകൾ? ആദ്യം A എന്ന് പറഞ്ഞാൽ അക്വയർ, ധ്യാനാവസ്ഥ. അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിക്കുക, അത് നേടിയെടുക്കുക. എങ്ങനെ ധ്യാനാവസ്ഥ നേടിയെടുക്കുക? ഒരേ ഒരു വഴിയുള്ളൂ, ധ്യാനിക്കണം നമ്മൾ. അപ്പൊ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അക്വയർ. അടുത്തെന്താ? എൻലിവൻ, അല്ലെ? എൻലിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ വികസിപ്പിക്കുക. ഏതൊരവസ്ഥയും മനുഷ്യനെ വികസിപ്പിക്കണേ എങ്ങനെ വേണം? മനുഷ്യന്റെ അറ്റൻഷൻ അവിടെ കൊണ്ടുവരണം. അപ്പൊ ധ്യാനത്തിന് ശേഷം നമ്മുടെ അറ്റൻഷൻ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ധ്യാനാവസ്ഥയെക്കുറിച്ച് സമഗ്രമായിട്ട് ചിന്തിക്കണം. അതായത് അവിടെ ധ്യാനിക്കണം എന്നാണ് ഹൃദയത്തിൽ. എന്താണ് ഈ ധ്യാനാവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ ഒരു ചിന്ത വരുമ്പോൾ അത് വികസിക്കും. ഹൃദയത്തിൽ ആ കണ്ടീഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ വികസിക്കും. അതിനെയാണ് എൻലിവൻ എന്ന് പറയുന്നത്. അടുത്ത ചെയ്യുന്നത് ഈ ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇംബൈബ്. ഇംബൈബ് എന്ന് പറഞ്ഞാൽ സ്വാംശീകരിക്കുക എന്നർത്ഥം മലയാളത്തിൽ. അതായത് ഹൃദയത്തില് ഈ ധ്യാനാവസ്ഥയുണ്ട്.
അത് എൻ്റെ എല്ലാ കോശങ്ങളിലും വ്യാപിക്കുന്നു സങ്കല്പം. കോശങ്ങൾ മാത്രമല്ല, എൻ്റെ സൂക്ഷ്മ ശരീരത്തിലും വ്യാപിക്കുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ബോധം, അതിൽ മുഴുവൻ ഈ ധ്യാനാവസ്ഥ വ്യാപിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ 2-3 മിനിറ്റ് നമ്മൾ ധ്യാനിക്കണം. അതാണ് ഇംബൈവ്. അപ്പൊ നമ്മുടെ എല്ലാ കോശങ്ങളിലും സൂക്ഷ്മ ശരീരത്തിലും ഈ ധ്യാനാവസ്ഥ വികസിക്കും. അതാണ് 3ാമത്തെ സ്റ്റേജ്, AEI. പിന്നെ O എന്ന് പറഞ്ഞാൽ എന്താ? ബി വൺ വിത്ത് ഇറ്റ്. അതുമായിട്ട് ഒന്നാവുക. ഒന്നാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ എല്ലാ കോശങ്ങളിലും ഈ ധ്യാനാവസ്ഥയുണ്ട്. നമ്മുടെ ചുറ്റും എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണെന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ധ്യാനിക്കും. എവറിത്തിങ് അറൗണ്ട് ഈസ് അബ്സോർബ്ഡ് ഇൻ ഡിവൈൻ റിമംബറൻസ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണെന്ന സങ്കല്പത്തിൽ 2-3 മിനിറ്റ് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കണ്ടീഷൻ എക്സ്പാൻഡ് ചെയ്യും. ചുറ്റും, നമ്മളെ ചുറ്റും ഇത് വ്യാപിക്കും. അതാണ് ബി വൺ വിത്ത് ഇറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? യു ആണ്. യു എന്ന് പറഞ്ഞാൽ യൂണിയൻ, ലയാവസ്ഥയാണ്. അതായത് എൻ്റെ ഉള്ളിൽ ഈ ദിവ്യമായ അവസ്ഥയുണ്ട്, എൻ്റെ പുറത്ത് ഈ ദിവ്യമായ അവസ്ഥയുണ്ട്. ഞാൻ ഈ ദിവ്യമായ അവസ്ഥയിൽ ലയിക്കുന്നു. ആ ധ്യാനാവസ്ഥ മാത്രം നിലനിൽക്കുന്നു. I dissolve in that condition and only the condition remains. അപ്പോ അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഒരു മഴത്തുള്ളി വെള്ളം കടലിൽ വീണ് സമുദ്രമായി മാറുന്നു. അതായത് ആഴത്തിൽ ധ്യാനിച്ചു, AEIOU എന്നുള്ള സ്റ്റെപ്സിലൂടെ ആ ലയാവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ആ സമയത്ത് നമ്മൾ ഹൃദയംഗമമായ ആശയവിനിമയത്തിനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിനും സർവദാ യോഗ്യനാവും. ഇതാണ് ദാചിയുടെ. അപ്പോൾ ഹൃദയംഗമമായ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം എന്നത് ആഴത്തിലുള്ള ധ്യാനവും AEIOU എന്നുള്ള സ്റ്റെപ്പിലൂടെ അത് സ്വാംശീകരിക്കലും. ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. പറയാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോരോ അവസ്ഥയിലേക്ക് നമ്മൾ കേൾക്കുന്തോറും അതിൽ ഡീപ്പായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ആസ് എ ലിസണർ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ വ്യൂവേഴ്സിനും തോന്നിയിട്ടുണ്ടാവുക. ലൈക്ക് നമ്മുടെ ഹാർട്ടായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പല അതായത് ബാബുജി ആദ്യം ഒരു ക്രിസ്പായിട്ട് സ്റ്റാർട്ടിങ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് പറയുണ്ടായി. അതോടൊപ്പം തന്നെ ബാബുജി മഹാരാജാനെ കുറിച്ച് എന്താണ് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് പണ്ടുണ്ടായ രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും എങ്ങനെയാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കൂടി തന്നെ ചാരജി മഹാരാജിന്റെ ക്യാരക്ടർ ഫോർമേഷനോടുകൂടി ദാജി പറഞ്ഞ AEIOU നമ്മുടെ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് തന്നെയാണ് തുര്യാതീത അവസ്ഥ. തുര്യാതീതം എന്ന അവസ്ഥയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് തന്നെയാണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ലൊരു ഫ്ലോയില് അതിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ തീരുമാനം. ഇന്ന് ആദ്യമായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹാർട്ട്ഫുൾനെസ് ധ്യാനം എങ്ങനെയാണ് പരിശീലിക്കുന്നത് എന്ന് പറയുന്നത്, ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശം ഉണ്ടെങ്കിൽ ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതിനായി ഉപയോഗിച്ചു. ആ പ്രകാശത്തിന്റെ ശാന്തിയിലും സ്നേഹത്തിലും വേണ്ടി ധ്യാനിക്കുക. ചിന്തകൾ വരികയാണെങ്കിൽ നമ്മൾ അതിലേക്ക് അറ്റൻഡ് ചെയ്യാതെ തിരിച്ച് ഹൃദയത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരിക. ശ്രദ്ധയെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആ ഒരു മെഡിറ്റേഷൻ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ പ്രയറിലേക്ക് കടക്കുക.
അതോടുകൂടി ഇന്നത്തെ സെഷൻ നടത്തുന്നു. ഈ മെഡിറ്റേഷനും യൂണിവേഴ്സൽ പ്രയറും ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അതിനുശേഷം 9 മുതൽ 9:15 വരെ നമുക്ക് സർവലൗകിക പ്രാർത്ഥന, യൂണിവേഴ്സൽ പ്രയർ. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം.